വെൽക്കം ടു ആഷൻ ലിറ്ററേച്ചർ. 8ാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷ് യൂണിറ്റ് 1 ബോൺസ് ഓഫ് ലൈഫിലെ ഫസ്റ്റ് ചാപ്റ്ററായ എ ലോങ് വാക്ക് വിത്ത് ഗ്രാനിയാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്മുടെ യൂണിറ്റിൻ്റെ പേരെന്താ? ബോൺസ് ഓഫ് ലൈഫ്. ബോൺസ് എന്ന് പറഞ്ഞാൽ എന്താ? കണക്ഷൻ അല്ലേ? അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പലരുമായുള്ള കണക്ഷനാണ് അല്ലേ ബോൺസ് ഓഫ് ലൈഫ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിലെ ആദ്യത്തെ യൂണിറ്റ് തന്നെ ആർക്ക് വേണ്ടിയാണ് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്? ഒരു മുത്തശ്ശിക്ക് വേണ്ടിയാണ് അല്ലേ? ഒരു ഗ്രാനിയുമൊത്തുള്ള ഒരു നീണ്ട നടത്തം, എ ലോങ് വാക്ക് വിത്ത് ഗ്രാനി. ഇതൊരു ഷോർട്ട് സ്റ്റോറിയാണ്, ചെറുകഥ. എഴുതിയിരിക്കുന്നത് റസ്കിൻ ബോണ്ട്. അപ്പോൾ നമുക്ക് നേരെ കഥയിലേക്ക് കടന്നാലോ? ഇതിലെ എല്ലാ വാക്കുകളുടെ അർത്ഥവും പറഞ്ഞുകൊണ്ട് എല്ലാ സെൻറ്റൻസിൻ്റെ അർത്ഥവും മനസ്സിലാക്കി ഈ ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് പഠിക്കുന്നതായിരിക്കും. ഈ ചാപ്റ്ററിൻ്റെ എല്ലാ ആക്ടിവിറ്റീസും അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യും കേട്ടോ. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഹാവ് യു എവർ സ്പെൻഡ് സം ടൈം വിത്ത് യുവർ ഗ്രാൻഡ് പേരൻസ്? നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങളുടെ മുത്തശ്ശനോടും മുത്തശ്ശിയോടും ഒപ്പമൊക്കെ സമയം ചിലവഴിക്കാറുണ്ടോ? വാട്ട് ഈസ് ഓർ വാസ് യുവർ ഫേവറേറ്റ് ആക്ടിവിറ്റി വിത്ത് ദം? അവരോടൊപ്പം നിങ്ങൾക്ക് ചെയ്യാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താണ്? ലെറ്റ്സ് ജോയിൻ എ ഗ്രാൻഡ് സൺ ആൻഡ് ഗ്രാൻഡ് മദർ ഓൺ ദ ജേർണി. നമുക്ക് ആരോടൊപ്പം കൂടാമെന്നാണ് പറയുന്നത്? ഒരു കൊച്ചുമകനോടും ഒരു മുത്തശ്ശിയോടുമൊപ്പം അവരുടെ യാത്രയിൽ. ആൻഡ് എക്സ്പ്ലോർ ദ ബ്യൂട്ടി ഓഫ് ദ ലാൻഡ്സ്കേപ്പ്. അവരോടൊപ്പം ആ യാത്രയിൽ പോകുമ്പോൾ ചുറ്റും കാണുന്ന ആ പ്രകൃതി ദൃശ്യമൊക്കെ നമുക്ക് ആസ്വദിക്കാം. ലാൻഡ്സ്കേപ്പ് എന്ന് പറഞ്ഞാൽ പ്രകൃതി ദൃശ്യം എന്നാണ് കേട്ടോ അർത്ഥം. ആൻഡ് ദ വാംത്ത് ഓഫ് ദ റിലേഷൻഷിപ്പ്. കൂടാതെ അവർ തമ്മിലുള്ള ആ ഒരു ബന്ധത്തിൻ്റെ ചൂട് കൂടി അറിയാം. അവർ തമ്മിലുള്ള ബന്ധം എത്ര സ്ട്രോങ് ആണ് എന്നുകൂടി നമുക്ക് മനസ്സിലാക്കാം കേട്ടോ. അപ്പോൾ ആരാണ് ഈ കൊച്ചുമകൻ? ആരാണ് ഈ മുത്തശ്ശി? അവരെങ്ങോട്ടാണ് പോകുന്നത്? എന്തൊക്കെയാണ് അപ്പോൾ നമ്മൾ കണ്ട പ്രകൃതി ദൃശ്യം എന്നൊക്കെ നമുക്ക് നോക്കാമല്ലേ? എ ലോങ് വാക്ക് വിത്ത് ഗ്രാനി. മുത്തശ്ശിയോടൊപ്പം ഒരു നീണ്ട നടത്തം. ആരാണ് ഇത് എഴുതിയിരിക്കുന്നത്? റസ്കിൻ ബോണ്ടാണ്. ഗ്രാനി കുഡ് ഹിയർ ദ ഡിസ്റ്റൻറ്റ് റോർ ഓഫ് ദ റിവർ. ഡിസ്റ്റൻറ്റ് എന്ന് പറഞ്ഞാൽ ദൂരെ, റോർ എന്നാലോ അലർച്ച. അപ്പോൾ ഗ്രാനിക്ക്, നമ്മുടെ മുത്തശ്ശിക്ക് അങ്ങ് ദൂരെയുള്ള പുഴയുടെ അലർച്ച കേൾക്കാം. ആൻഡ് സ്മെൽ ദ പൈൻ നീഡിൽസ്. പൈൻ മരത്തിൻ്റെ ഇലകൾ എന്താണ്? പൈൻ നീഡിൽസ് ആണ് അല്ലേ? ഇങ്ങനെ സൂചി പോലെ കൂർത്ത് നിൽക്കുന്നവയാണ് അവയുടെ ഇലകൾ. അപ്പോൾ അതിൻ്റെ മണവും നമ്മുടെ മുത്തശ്ശിക്ക് കിട്ടുന്നുണ്ട്. ആൻഡ് ഫീൽ ദ പ്രസൻസ് ഓഫ് ഹർ ഗ്രാൻഡ് സൺ. കൂടെ ഒപ്പം തൻ്റെ കൊച്ചുമകനായ ഗ്രാൻഡ് സൺ മണി കൂടെ ഉണ്ട് എന്നും ആർക്ക് മനസ്സിലാകുന്നുണ്ട്? നമ്മുടെ മുത്തശ്ശിക്ക് മനസ്സിലാകുന്നുണ്ട്. ഷീ കുഡിൻ സീ ദ റിവർ ഓർ ദ ട്രീസ്. പക്ഷെ പ്രശ്നം എന്താണ്? ട്വിസ്റ്റ് എന്താണ്? എന്നാൽ നമ്മുടെ മുത്തശ്ശിക്ക് ആ പുഴ കാണാൻ കഴിയില്ല, അതുപോലെ ആ പൈൻ മരവും കാണാൻ കഴിയില്ല. ഷീ കുഡ് ഓൺലി മേക്ക് ഔട്ട് മണീസ് ഫസി ഹെയർ. മേക്ക് ഔട്ട് എന്ന് പറഞ്ഞാൽ എന്താ? വളരെ ബുദ്ധിമുട്ടി അല്ലെങ്കിൽ കഷ്ടപ്പെട്ട് കാണുന്നതിനെയാണ് നമ്മൾ മേക്ക് ഔട്ട് എന്ന് പറയുന്നത്. അപ്പോൾ മുത്തശ്ശി മണി ഒപ്പമുണ്ട് എന്നെങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? അവൻ്റെ ഫസി ഹെയർ. ഫസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൃദുവായ നല്ല സോഫ്റ്റായ മുടി ഇങ്ങനെ തൊട്ട് നോക്കും അല്ലേ? ആൻഡ് സംടൈംസ്, ചിലപ്പോഴൊക്കെയോ ഹിസ് ബ്ലാക്ക്ബെറി ഐസ്. നല്ല ബ്ലാക്ക് നിറത്തിലുള്ള ബ്ലാക്ക്ബെറി പോലെയുള്ള അവൻ്റെ കണ്ണുകൾ നോക്കി. ആൻഡ് ദി ഗ്ലീം ഓഫ് ഹിസ് ടീത്ത്. ഗ്ലീം എന്ന് പറഞ്ഞാൽ എന്താ? ജ്വലിക്കുക. അവൻ്റെ തിളങ്ങുന്ന പല്ലുകൾ നോക്കി. എപ്പോഴാണ് അവൻ്റെ പല്ലുകൾ കാണുക? വെൻ ഹി സ്മൈൽഡ്. അവൻ ചിരിക്കുമ്പോൾ അവൻ്റെ പല്ലുകൾ തിളങ്ങുന്നതൊക്കെ നോക്കിയാണ് നമ്മുടെ ഗ്രാൻഡ് മദർ കൊച്ചുമകനായ മണിയെ കാണുന്നത് അല്ലേ? എന്നാൽ വളരെ എളുപ്പത്തിൽ കാണാൻ കഴിഞ്ഞിരുന്നു? ഇല്ല, വളരെ കഷ്ടപ്പെട്ടാണ് നമ്മുടെ ഗ്രാൻഡ് സണ്ണിനെ പോലും കണ്ടിരുന്നത്. ഗ്രാനി വോർ എ പെയർ ഓഫ് ഓൾഡ് ഗ്ലാസ്സസ്. നമ്മുടെ മുത്തശ്ശി ധരിച്ചിരുന്നത് വളരെ പഴയൊരു കണ്ണടയായിരുന്നു. ഷീ ഹാഡ് ബീൻ വിയറിങ് ദം ഫോർ വെൽ ഓവർ 10 years. മുത്തശ്ശി ഈ ഒരു കണ്ണട ധരിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 10 വർഷമെങ്കിലും കഴിഞ്ഞിരിക്കും. ഹെർ ഐസ് ഹാഡ് ഗ്രോൺ സ്റ്റെഡിലി വീക്കർ. നമ്മുടെ മുത്തശ്ശിയുടെ കണ്ണുകൾ ക്രമേണ ശക്തിയില്ലാതെ ആയിരിക്കുന്നു, വീക്കായിരിക്കുന്നു. സ്റ്റെഡിലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്രമമായി എന്നാണ് അർത്ഥം. ആൻഡ് ദ ഗ്ലാസസ് വർ നൗ സ്ക്രാച്ച്ഡ് ആൻഡ് സ്പോട്ടഡ്. കൂടാതെ ഇപ്പോൾ കണ്ണട എങ്ങനെയാണുള്ളത്? സ്ക്രാച്ച് അല്ലേ? ആകെ പോറിയിട്ടാണുള്ളത്. സ്പോട്ടഡ് എന്ന് പറഞ്ഞാൽ കറ പറ്റിയിട്ടാണ് ഉള്ളത്. സോ ദർ വാസ് വെരി ലിറ്റിൽ ഷി കുഡ് സീ ത്രൂ ദം. അതുകൊണ്ട് തന്നെ ആ കണ്ണടയിലൂടെ വളരെ കുറച്ചേ നമ്മുടെ ഗ്രാനിക്ക് കാണാൻ കഴിഞ്ഞിരുന്നുള്ളൂ. മണി ആൻഡ് ഹിസ് ഫാദർ ഫെൽറ്റ് ദാറ്റ് ഇറ്റ് വാസ് ഹൈ ടൈം ഗ്രാനി ഹാഡ് ഹെർ ഐസ് ടെസ്റ്റഡ്. മണിക്കും അച്ഛനും തോന്നിയിരുന്നു ഗ്രാനിയുടെ കണ്ണുകൾ കാണിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. ആൻഡ് ഗോട്ട് ഹെർസെൽഫ് ന്യൂ ഗ്ലാസസ്. എത്രയും വേഗം കണ്ണ് ടെസ്റ്റ് ചെയ്ത് പുതിയ ഗ്ലാസുകൾ മേടിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു എന്ന് ആർക്ക് തോന്നി? മണിക്കും മണിയുടെ അച്ഛനും തോന്നി കേട്ടോ. വെൽ യു നോ വി കാൺ ഗെറ്റ് ദം ഇൻ ദ വില്ലേജ് സെഡ് ഗ്രാനി. ഓക്കെ, പക്ഷെ നിങ്ങൾക്കറിയാം ഈ കണ്ണ് ടെസ്റ്റിങ്ങോ
പുതിയ കണ്ണടയൊന്നും നമ്മുടെ ഗ്രാമത്തിൽ ഇപ്പോൾ കിട്ടുന്ന കാര്യമൊന്നുമല്ല. അപ്പോൾ മണി എന്ത് പറഞ്ഞു? മണി സെഡ്, യു വിൽ ഹാവ് ടു ഗോ ടു ദ ഐ ഹോസ്പിറ്റൽ ഇൻ മസൂറി. ദാറ്റ്സ് എ നിയറസ്റ്റ് ടൗൺ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ തൊട്ടടുത്തുള്ള ടൗണായ മസൂറിയിലേക്ക് പോകണം. അവിടെ കണ്ണു ഹോസ്പിറ്റൽ ഉണ്ടല്ലോ. ബട്ട് ദാറ്റ്സ് എ 2-day ജേർണി, പ്രൊട്ടസ്റ്റഡ് ഗ്രാനി. പ്രൊട്ടസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് എതിർക്കുക. അപ്പം തന്നെ നമ്മുടെ ഗ്രാനി എതിർത്തു. എന്താണ് പറഞ്ഞത്? പക്ഷെ അത് 2 ദിവസത്തെ യാത്രയാണ്. മസൂറിയിലേക്ക് പോകാന്ന് പറഞ്ഞാൽ ഒരു 2 ദിവസത്തെ യാത്രയാണ്. ഗ്രാനി വാസ് ലുക്കിംഗ് ഫോർ എക്സ്ക്യൂസസ്. ഗ്രാനി എന്താ നോക്കിക്കൊണ്ടിരുന്നത്? എന്തെങ്കിലും ഒരു ഒഴിവ് കഴിവ് പറഞ്ഞ് ഇതെങ്ങനെയെങ്കിലും ഒന്ന് ഒഴിവാക്കണം അല്ലേ? അതിനുവേണ്ടി ഇങ്ങനെ ഓരോന്ന് ഗ്രാനി ഇങ്ങനെ സ്വന്തം പറയുകയായിരുന്നു. ഷി ഡിഡ് നോട്ട് വാണ്ട് ടു ബി പാർട്ടഡ് ഫ്രം മണി. എന്തായിരുന്നു റീസൺ? ഗ്രാനിക്ക് തൻ്റെ കൊച്ചുമകനായ മണിയുടെ അടുത്ത് നിന്നും മാറി നിൽക്കണമെന്നില്ലായിരുന്നു. പാർട്ടഡ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മാറി നിൽക്കുക അല്ലെങ്കിൽ അകന്ന് നിൽക്കുക. ഹി വാസ് 11 ആൻഡ് ക്വൈറ്റ് capable of looking after himself. എന്നാൽ മണിക്കിപ്പോൾ ഒരു 11 വയസ്സായിട്ടുണ്ട്. കൂടാതെയോ അവൻ്റെ കാര്യങ്ങളൊക്കെ അവന് തന്നെ നോക്കാൻ അവന് നല്ല പ്രാപ്തിയുണ്ട്. ബട്ട് ഗ്രാനി ഹാഡ് ബ്രോട്ട് ഹിം അപ്പ് എവർ സിൻസ് ഹിസ് മദർ ഹാഡ് ഡൈഡ് വെൻ ഹി വാസ് ഓൺലി a year old. എന്നാൽ ഈ മണിക്ക് 1 വയസ്സുള്ളപ്പോൾ അവൻ്റെ അമ്മ മരിച്ചതാണ്. അപ്പോൾ അന്ന് മുതൽ ആരാണ്? നമ്മുടെ ഗ്രാനിയാണ് മണിയെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഷി വാസ് ഹിസ് നാനി. അപ്പോൾ ഈ ഗ്രാൻഡ് മദർ എന്ന് പറയുന്നത് മണിയുടെ നാനിയാണ്. എന്ന് വെച്ചാൽ എന്താ? മറ്റേണൽ ഗ്രാൻഡ് മദറാണ്. അമ്മയുടെ അമ്മയാണ് കേട്ടോ. അച്ഛൻ്റെ അമ്മയല്ല, അമ്മയുടെ അമ്മയാണ്. ആൻഡ് ഹാഡ് കെയർഡ് ഫോർ ബോയ് ആൻഡ് ഫാദർ. അപ്പോൾ ഈ അമ്മ എന്താണ്? ഈ മോനെ അല്ലേ, ഈ മണിയെ നോക്കും. കൂടാതെ ഫാദർ എന്ന് പറയുമ്പോൾ ആരാണ്? മകളുടെ ഭർത്താവാണ് അല്ലേ. അപ്പോൾ അദ്ദേഹത്തെയും ഈ അമ്മ നോക്കും. കൂടാതെ ആരെയൊക്കെ നോക്കും? ദ കൗസ്, പശുക്കളെയും നോക്കും. ആൻഡ് ഹെൻസ്, കോഴികളെയും നോക്കും. ഇൻ ദ ഹൗസ് ഹോൾഡ്, വീട്ടിലുള്ള. ഓക്കെ, വിത്ത് ഗ്രേറ്റ് എനർജി ആൻഡ് ഡിവോഷൻ. എന്നാൽ അലസമായിട്ടാണോ ഇവരെയൊക്കെ നോക്കുന്നത്? അല്ല, നല്ല ചുറുചുറുക്കോടെ. ഡിവോഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നല്ല ആത്മാർത്ഥതയോടെ ആണ് ഇവരെയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഐ ക്യാൻ മാനേജ് ക്വൈറ്റ് വെൽ, ഷീ സെഡ്. ഇങ്ങനെ കണ്ണിന് ബുദ്ധിമുട്ടുണ്ടെങ്കിലും എന്താണ് ഗ്രാനി പറയുന്നത്? എനിക്ക് എല്ലാ കാര്യങ്ങളും നന്നായിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്ന്. നൗ ലിസൺ, സെഡ് മണീസ് ഫാദർ സ്റ്റേൺലി. സ്റ്റേൺലി എന്ന് പറഞ്ഞാൽ എന്താ? കർക്കശമായിട്ട് പറഞ്ഞു മണിയുടെ അച്ഛൻ. എന്താ പറഞ്ഞത്? ഇപ്പോൾ കേൾക്ക്, ശ്രദ്ധിക്കുക. വി ആർ നോട്ട് സെൻഡിങ് യു ഓഫ് ഓൺ യുവർ ഓൺ. ഐ വിൽ ടേക്ക് യു ടു മസൂറി. ഞങ്ങൾ എന്തായാലും ഗ്രാനിയുടെ ഇഷ്ടത്തിന് വിടുന്നില്ല. ഞാൻ എന്തായാലും ഗ്രാനിയെ എങ്ങോട്ട് കൊണ്ടുപോകും? മസൂറിയിലേക്ക് കൊണ്ടുപോകും. ആൻഡ് ലീവ് മണി ഹിയർ ബൈ ഹിംസെൽഫ്. അപ്പോൾ എന്താണ് ഗ്രാനിയുടെ പ്രശ്നം? എന്താ ഗ്രാനി എന്താ ചോദിച്ചത്? അപ്പോൾ മണീനെ ഇവിടെ ആക്കിയിട്ട് പോവാണോ? ഹൗ കുഡ് യു ഈവൻ തിങ്ക് ഓഫ് ഡൂയിങ് ദാറ്റ്? എങ്ങനെയാണ് നിനക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാൻ തന്നെ പറ്റിയത്? മണിയെ ഇവിടെ ഒറ്റയ്ക്കായി പോകുന്ന കാര്യത്തെക്കുറിച്ച്. ദെൻ ഐ വിൽ ടേക്ക് യു ടു മസൂറി, സെറ്റ് മണി ഈഗർലി. അപ്പോൾ നമ്മുടെ മണി എന്താണ് ചാടി പറഞ്ഞത്? അങ്ങനെയാണെങ്കിൽ ഞാൻ ഗ്രാനിയെ മസൂറിയിലേക്ക് കൊണ്ടുപോകും. ഐ ഹാവ് ബീൻ ടു മസൂറി ബിഫോർ. ഞാൻ മസൂറിയിൽ ഇതിനു മുന്നേ പോയിട്ടുമുണ്ട്. വിത്ത് മൈ സ്കൂൾ ഫ്രണ്ട്സ്, എൻ്റെ സ്കൂളിലെ കൂട്ടുകാരോടൊപ്പം. ഐ നോ വെയർ വി ക്യാൻ സ്റ്റേ. നമുക്ക് താമസിക്കാൻ പറ്റുന്ന സ്ഥലവും എവിടെയാണെന്ന് എനിക്കറിയാം. പക്ഷേ ഹി പോസ്ഡ് എ മൊമെൻറ്റ്. ഒരു നിമിഷത്തേക്ക് അവനൊന്ന് നിർത്തി. ആൻഡ് ലുക്ക്ഡ് ഡൗട്ട്ഫുള്ളി ഫ്രം ഹിസ് ഫാദർ ടു ഹിസ് ഗ്രാൻഡ് മദർ. എന്നിട്ട് സംശയത്തോടെ അവൻ്റെ അച്ഛനെ ആദ്യം ഒന്ന് നോക്കി, എന്നിട്ട് ഗ്രാനിയെ നോക്കി. യു വുഡൻ ബി ഏബിൾ ടു വാക്ക് ഓൾ ദ വേ ടു നെയിൻ, വുഡ് യു ഗ്രാനി? എന്നാൽ നെയിൻ വരെ, അതൊരു സ്ഥലമാണ്, അവിടെ വരെ എന്തായാലും ഗ്രാനിക്ക് നടക്കാൻ പറ്റില്ല അല്ലേ? ഓഫ് കോഴ്സ് ഐ ക്യാൻ വാക്ക്, സെഡ് ഗ്രാനി. ഗ്രാനി എന്താണ് പറഞ്ഞത്? തീർച്ചയായും എനിക്ക് നടക്കാൻ പറ്റും. ഐ മേ ബി ഗോയിങ് ബ്ലൈൻഡ്. ഞാൻ ചിലപ്പോൾ ബ്ലൈൻഡ് ആവുകയാണ് അല്ലേ, ഞാൻ ചിലപ്പോൾ ഒരു അന്ധയായി മാറുകയാണ്. ബട്ട് ദസ് നത്തിങ് റോങ് വിത്ത് മൈ ലെഗ്സ്. പക്ഷേ എൻ്റെ കാലിനൊരു പ്രശ്നവുമില്ല. ബട്ട് യു ആർ 70 ഗ്രാനി. പക്ഷേ ഗ്രാനിക്ക് 70 വയസ്സായി ഗ്രാനി. വാട്ട് ഹാസ് ദാറ്റ് ഗോട്ട് ടു ഡു വിത്ത് ഇറ്റ്? അതിനിപ്പോൾ എന്താണ്? അതും ഇതുമായിട്ട് എന്താണ് ബന്ധം? ആൻഡ് ബിസൈഡ്സ് ഇറ്റ്സ് ഡൗൺ ഹിൽ ടു നെയിൻ. മാത്രമല്ല നെയിനിലേക്ക് എന്താണ്? താഴേക്കുള്ള ഇറക്കമാണ് അല്ലേ. നമ്മൾ നടക്കുന്ന സമയത്ത് താഴേക്കാണ്, ഇറക്കത്തിലാണ് ആ സ്ഥലം. ആൻഡ് അപ്പ് ഹിൽ കമ്മിങ് ബാക്ക്. പക്ഷെ തിരിച്ച് മേലേക്ക് കയറണ്ടേ. അപ്പോൾ എന്താണ് ഗ്രാനി പറഞ്ഞത്? അപ്പ് ഹിൽ ഈസ് ഈസിയർ. മേലേക്ക് കയറാൻ അതിനേക്കാളും എളുപ്പമാണ്, സെഡ് ഗ്രാനി പറഞ്ഞു. നൗ ദാറ്റ് ഷീ ന്യൂ മണി മൈറ്റ് ബി അക്കംപനയിങ് ഹെർ, ഷി വാസ് മോർ ദൻ റെഡി ടു മേക്ക് ദ ജേർണി. ഇപ്പം എന്താണ് നമ്മുടെ മുത്തശ്ശിയുടെ മനസ്സ് മാറാൻ കാരണം? മുത്തശ്ശിക്ക് മനസ്സിലായി ചിലപ്പോൾ ആരായിരിക്കും കൂടെ വരുന്നത്? മണിയാണ്. അക്കമ്പനി എന്ന് പറഞ്ഞാൽ എന്താണ്? കൂടെ വരിക അല്ലേ. അപ്പോൾ കൂടെ വരുന്നത് ആരാണ്? ഒപ്പം വരുന്നത് ആരാണ്? മണിയാണെന്ന് കണ്ടപ്പോൾ നമ്മുടെ ഗ്രാനി യാത്ര ചെയ്യാൻ റെഡിയായി. വൈൽ വി ആർ ഇൻ മസൂറി
വിൽ ഗെറ്റ് സം സീഡ്സ് ആൻഡ് ബൾബ്സ്. ഓക്കെ, നമ്മൾ മസൂരിയിൽ പോകുമ്പോൾ അവിടുന്ന് കുറച്ച് വിത്തുകൾ വാങ്ങണം, കുറച്ച് ബൾബും വാങ്ങണം. ആൻഡ് എ ന്യൂ ബെൽ ഫോർ ദ വൈറ്റ് കൗ. കൂടാതെ ആ വെളുത്ത പശുവില്ലേ നമ്മുടെ, അതിന് കെട്ടാൻ ഒരു മണിയും വാങ്ങണം. ആൻഡ് എ പുൾ ഓവർ ഫോർ യുവർ ഫാദർ. പുൾ ഓവർ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു കമ്പിളി കുപ്പായവും മേടിക്കണം നിൻ്റെ അച്ഛന് വേണ്ടിയിട്ട്. ആൻഡ് ഷൂസ് ഫോർ യു. കൂടാതെ നിനക്ക് എന്ത് വേണം, ഷൂസ് മേടിക്കണം. നൗ ജസ്റ്റ് എ മിനിറ്റ്. അല്ല, ഒരു നിമിഷം. ആര് പറഞ്ഞു? സെറ്റ് മനീസ് ഫാദർ. മണിയുടെ അച്ഛൻ പറഞ്ഞു. ആർ യു ഗോയിങ് ദർ ടു ഹാവ് യുവർ ഐസ് ടെസ്റ്റഡ് ഓർ ആർ യു ഗോയിങ് ഓൺ എ ഷോപ്പിംഗ് ട്രിപ്പ്? മുത്തശ്ശി അവിടെ കണ്ണ് കാണിക്കാനാണോ പോകുന്നത്, അതോ ഷോപ്പിംഗ് ട്രിപ്പിനാണോ പോകുന്നത്? ഐ ഹാവ് ഗോട്ട് ഓൺലി 100 rupees ടു സ്പെയർ. സ്പെയർ എന്ന് പറഞ്ഞാൽ ചിലവഴിക്കുക. എൻ്റെ കയ്യിൽ ആകെ ചിലവഴിക്കാൻ എത്ര രൂപയുള്ളൂ? ആകെ 100 രൂപയുള്ളൂ. യു വിൽ ഹാവ് ടു മാനേജ് വിത്ത് ദാറ്റ്. നിങ്ങൾ അതുകൊണ്ട് മാനേജ് ചെയ്യേണ്ടതായി വരും. വിൽ മാനേജ് സെറ്റ് മണി. അത് കുഴപ്പമില്ല, ഞങ്ങൾ മാനേജ് ചെയ്തോളും എന്ന് മണി പറഞ്ഞു. വിൽ സ്ലീപ്പ് അറ്റ് ദ ബെസ്റ്റ് ഷെൽട്ടർ. ഞങ്ങൾ ബെസ്റ്റ് ഷെൽട്ടറിൽ കിടന്നോളും. നോ വി വോണ്ട്. ഇല്ല, അങ്ങനെയില്ല. ആര് പറഞ്ഞു? ഗ്രാനി. ഐ ഹാവ് ഗോട്ട് 50 rupees ഓഫ് മൈ ഓൺ. എൻ്റെ കയ്യിൽ എൻ്റെ സ്വന്തമായിട്ടൊരു 50 രൂപയുണ്ട്. വിൽ സ്റ്റേ അറ്റ് എ ഹോട്ടൽ. അതുകൊണ്ട് നമ്മൾ ഒരു ഹോട്ടലിൽ താമസിക്കും. ഏർലി നെക്സ്റ്റ് മോർണിംഗ്, പിറ്റേ ദിവസം രാവിലെ തന്നെ, ഇൻ എ ലൈറ്റ് ഡ്രിസിൽ. ഡ്രിസിൽ എന്ന് പറഞ്ഞാൽ മഴച്ചാറ്റൽ. ചാറ്റലില്ലേ, മഴച്ചാറ്റൽ. ഗ്രാനി ആൻഡ് മണി സെറ്റ് ഔട്ട് ഓൺ ദ പാത്ത് ടു നെയിൻ. അവർ രണ്ടുപേരും കൂടി നെയിനിലേക്ക് പോകാൻ ആരംഭിച്ചു. മണി ക്യാരിഡ് എ സ്മോൾ ബെഡിങ് റോൾ ഓൺ ഹിസ് ഷോൾഡേഴ്സ്. ബെഡിങ് റോൾ എന്ന് പറഞ്ഞാൽ എന്താ, ഈ ലൈറ്റായൊരു ബെഡാണ്. അതിങ്ങനെ ചുരുട്ടി നമുക്ക് ബാക്കിൽ കെട്ടിവെക്കാം. അതാകുമ്പോൾ നമുക്ക് കിടക്കാനൊക്കെ കൊണ്ടുപോകാം. എവിടെയാണ് കെട്ടി വെച്ചേക്കുന്നത്? അവൻ്റെ ഷോൾഡറിൽ. ഗ്രാനി ക്യാരിഡ് എ ലാർജ് ക്ലോത്ത് ഷോപ്പിംഗ് ബാഗ്. എന്നാൽ ഗ്രാനിയുടെ ലക്ഷ്യം ഇതൊന്നും അല്ലല്ലേ, അതുകൊണ്ട് വലിയൊരു ഷോപ്പിംഗ് ബാഗൊക്കെ കരുതിയിട്ടുണ്ട്. ആൻഡ് ആൻ അംബ്രല്ല, ഒരു കുടയുമുണ്ട്. വെനെവർ യു ഫീൽ ടയേർഡ് വിൽ ടേക്ക് റെസ്റ്റ് സെറ്റ് മണി. മണി എന്താണ് പറഞ്ഞത്? എപ്പോഴൊക്കെ ഗ്രാനി ടയേർഡ് ആകുന്നോ അപ്പോഴൊക്കെ നമുക്ക് റെസ്റ്റ് എടുക്കാം കേട്ടോ എന്ന് പറഞ്ഞു. വി ഹാവ് ഓൺലി ജസ്റ്റ് സ്റ്റാർട്ടഡ് ഔട്ട് സെറ്റ് ഗ്രാനി. അതിന് നമ്മൾ തുടങ്ങിയതല്ലേ ഉള്ളൂ. വിൽ റെസ്റ്റ് വെൻ യു ആർ ഹംഗ്രി. നമുക്ക് റെസ്റ്റ് എടുക്കാം എപ്പോൾ? നിനക്ക് വിശക്കുമ്പോൾ നമുക്ക് റെസ്റ്റ് എടുക്കാമെന്ന് ഗ്രാനി പറഞ്ഞു. അല്ലേ, ഗ്രാനി കൂടുതൽ ആരെക്കുറിച്ചാണ് ചിന്തിക്കുന്നത് ഇവിടെ? മണിയെക്കുറിച്ചാണ്. സ്വന്തം കാര്യമൊന്നും ചിന്തിക്കുന്നില്ല. ദേ വോക്ക്ഡ് അറ്റ് എ സ്റ്റഡി പേസ്. അല്ലേ, അവരിങ്ങനെ ഒരു സ്റ്റഡി ആയിട്ട് നടന്നു. അധികം സ്പീഡിലും ഇല്ല, എന്നാൽ വളരെ പയ്യുമല്ല. വിത്തൗട്ട് ടോക്കിംഗ് ടു മച്ച്. എന്നാൽ അധികം തമ്മിൽ അങ്ങനെ സംസാരിക്കുന്നൊന്നുമില്ല. അവരങ്ങനെ നടന്നു. എ ഫ്ലോക്ക് ഓഫ് പാരറ്റ്സ് വേൾഡ് ഓവർ ഹെഡ്. ഫ്ലോക്ക് ഓഫ് പാരറ്റ്സ് എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം തത്ത. വേൾഡ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ചുറ്റിക്കറങ്ങുക. എവിടെ? അവരുടെ തലയുടെ മുകളിൽ ഇങ്ങനെ കുറേ തത്തകൾ ചുറ്റി കറങ്ങുകയാണ്. ഫ്ലാഷസ് ഓഫ് റെഡ് ആൻഡ് ഗ്രീൻ അഗെയിൻസ്റ്റ് ദ സോംബർ സ്കൈ. സോംബർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മങ്ങിയ, അല്ലേ, മങ്ങിയ ആകാശത്തിൽ നല്ല ചുവപ്പും പച്ച കളറുകളിങ്ങനെ മിന്നി മറയുകയാണ് തത്തകൾ. There were no other sounds except for the hiss and gentle patter of the rain. ഹിസ് എന്ന് പറഞ്ഞാൽ എന്താ? ചീറ്റുക. പാറ്റർ എന്ന് പറഞ്ഞാലോ, ഇങ്ങനെ തുരുതുരാങ്ങ് നമ്മളിങ്ങനെ ജപിക്കൂലേ, അതിനെയാണ് പാറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ മഴയുടെ ഇങ്ങനെ ജപിക്കുന്ന പോലത്തെ ശബ്ദവും ചീറ്റുന്ന പോലത്തെ ശബ്ദവും മാത്രമേ കേൾക്കാൻ കഴിയുന്നുള്ളൂ, മഴയുടേത് കേട്ടോ. മറ്റു ശബ്ദങ്ങളൊന്നുമില്ല. മണി സ്റ്റോപ്ഡ് ടു പിക്ക് വൈൽഡ് ബ്ലാക്ക് ബെറീസ് ഫ്രം എ ബുഷ്. അപ്പോൾ പോകുന്ന വഴിക്ക് ഒരു ബുഷുണ്ട്, അത് കണ്ടു. അതിൽ നിറയെ ബ്ലാക്ക് ബെറീസ് ആണ്. അപ്പോൾ മണി എന്ത് ചെയ്തു? അവിടെ നിന്നു ഇതൊക്കെ ഇങ്ങനെ പറിച്ചു. ഗ്രാനി വാസൻ ഫോണ്ട് ഓഫ് ബെറീസ് ആൻഡ് ഡിഡ് നോട്ട് സ്ലാക്കൻ ഹെർ പേസ്. എന്നാൽ നമ്മുടെ ഗ്രാനിക്ക് ഈ ബെറീസ് അത്ര ഇഷ്ടമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ സ്ലാക്കൻ എന്ന് പറഞ്ഞാൽ എന്താ? സ്ലോ, പതിയെ. അതുകൊണ്ട് ഗ്രാനി സ്പീഡൊന്നും കുറച്ചില്ല കേട്ടോ. ഗ്രാനി അതൊന്നും മൈൻഡ് ചെയ്യാതെ നടന്നു. മണി ഹാഡ് ടു റൺ ടു ക്യാച്ച് അപ്പ് വിത്ത് ഹെർ. അപ്പോഴേക്കും ഗ്രാനി അങ്ങ് നടന്നു പോയി. അതുകൊണ്ട് മണി എന്ത് ചെയ്തു? ഈ ബെറി എല്ലാം പറിച്ചിട്ട് പിന്നെ ഗ്രാനിയുടെ പുറകെ ഓടേണ്ടതായിട്ട് വന്നു. അപ്പോൾ ഗ്രാനി നല്ല സ്പീഡിലാണ് നടക്കുന്നത്. സൂൺ ഹിസ് ലിപ്സ് were purple. ഈ ബെറി എല്ലാം കൂടി കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും മണിയുടെ ചുണ്ടുകളെല്ലാം പർപ്പിൾ നിറത്തിലായി. വിത്ത് ദ ജ്യൂസ് ഫ്രം ദ ബെറീസ്. ഈ ബെറീസിൽ നിന്ന് വന്ന ജ്യൂസിൻ്റെ കളർ കൊണ്ട് അങ്ങനെയായി. ദ റെയിൻ സ്റ്റോപ്ഡ് ആൻഡ് ദ സൺ കെയിം ഔട്ട്. ഓക്കെ, അങ്ങനെ മഴയൊക്കെ നിന്നു. അവസാനം സൂര്യൻ പുറത്തു വന്നു. ബിലോ ദം ദ ലൈറ്റ് ഗ്രീൻ ഓഫ് ദ ഫീൽഡ്സ് സ്റ്റുഡ് അഗെയിൻസ്റ്റ് ദ ഡാർക്ക് ഗ്രീൻ ഓഫ് ദ ഫോറസ്റ്റ്. അപ്പോൾ അവരുടെ താഴെ വളരെ ലൈറ്റ് പച്ച കളറിലുള്ള പാടങ്ങളുണ്ട്. എന്നാൽ തൊട്ടു മേലെയോ വളരെ ഡാർക്ക് പച്ച നിറത്തിലുള്ള കാടുകളുമുണ്ട്. ആൻഡ് ദ ഹിൽസ് വർ bathed ഇൻ ഗോൾഡൻ സൺഷൈൻ. കൂടാതെ കുന്നുകളൊക്കെ ഈ ഗോൾഡൻ നിറത്തിലുള്ള സൂര്യപ്രകാശത്തിൽ ഇങ്ങനെ കുളിച്ച് മുങ്ങി നിൽക്കുകയാണ്. അപ്പം നമ്മൾ ആദ്യം പറഞ്ഞില്ലേ, നമ്മൾ ഈ മണിയുടെയും മുത്തശ്ശിയുടെയും ഒപ്പം ഈ ജേണി ഇങ്ങനെ പോകുമ്പോൾ നല്ല പ്രകൃതി ദൃശ്യങ്ങൾ കാണാൻ കഴിയുമെന്ന്. അപ്പോൾ അതൊക്കെയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. മണി റാൻ അഹെഡ്. മുന്നിലേക്ക് ഓടി. ക്യാൻ യു സീ ഓൾ റൈറ്റ് ഗ്രാനി? ഹി കോൾഡ്.
ഗ്രാനിക്ക് എല്ലാം കുഴപ്പമില്ലാതെ കാണാൻ കഴിയുന്നില്ലേ എന്ന് ഒന്നുകൂടി ആര് ചോദിച്ചു? മണി ചോദിച്ചു. ഐ ക്യാൻ സീ ദ പാത്ത് ആൻഡ് ഐ ക്യാൻ സീ എ വൈറ്റ് ഷർട്ട്. എനിക്ക് ഈ വഴിയും കാണാം, നിന്റെ വെള്ള ഷർട്ടും കാണാം. ദാറ്റ്സ് ഇനഫ് ഫോർ ജസ്റ്റ് നൗ. ഇപ്പോഴത്തേക്ക് അത് തന്നെ ധാരാളം. ഗ്രാനി ആൻഡ് മണി എയ്റ്റ് ദ ലൈറ്റ് മീൽ ഓൺ ദ റോഡ് സൈഡ്. അപ്പോൾ അവർ ചെറിയൊരു ഭക്ഷണം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പൊതി അവരെന്ത് ചെയ്തു? റോഡ് അരികിലിരുന്ന് കഴിച്ചു. ഇൻ ദ ഷെയ്ഡ് ഓഫ് എ വിസ്പറിങ് പൈൻ. വിസ്പറിങ് എന്ന് പറഞ്ഞാൽ എന്താ? തമ്മിൽ ഇങ്ങനെ കുശുകുശുക്കുക അല്ലേ? അപ്പോൾ തമ്മിൽ കുശുകുശുക്കുന്ന ഒരു പൈൻ മരത്തിന് അടിയിലാണ് അവരിരുന്ന് കഴിക്കുന്നത്. എങ്ങനെയാണ് അവർ കുശുകുശുക്കുന്നത്? ഈ കാറ്റ് വരുമ്പോൾ പൈൻ മരത്തിൻ്റെ ഇലകളെല്ലാം തമ്മിലിങ്ങനെ ഉരസും അല്ലേ? അപ്പോൾ അവരിങ്ങനെ തമ്മിൽ പിറുപിറുക്കുന്നത് പോലെ തോന്നും. അതാണ് വിസ്പറിങ് പൈൻ. ആൻഡ് ഡ്രാങ്ക് ഫ്രം എ സ്പ്രിങ്. അപ്പോൾ അടുത്തുണ്ടായിരുന്ന ഒരു അരുവിയിൽ നിന്നും അവർ വെള്ളവും കുടിച്ചു. ബൈ ലേറ്റ് ആഫ്റ്റർനൂൺ ദേ വർ ഡയറക്ട്ലി എബവ് നെയിൻ. അപ്പോൾ ഉച്ച കഴിഞ്ഞപ്പോഴേക്കും അവർ ശരിക്കും ഈ എത്തേണ്ട സ്ഥലത്തിന് തൊട്ട് മുകളിലെത്തിയിരുന്നു. വി ആർ ഓൾമോസ്റ്റ് ദെയർ സെഡ് മണി. നമ്മൾ എത്താറായി. ആര് പറഞ്ഞു? മണി പറഞ്ഞു. ഐ ക്യാൻ സീ ദ ടെമ്പിൾ നിയർ അങ്കിൾസ് ഹൗസ്. നമ്മുടെ അങ്കിളിൻ്റെ വീടിനടുത്തുള്ള ആ അമ്പലം എനിക്കിവിടെ നിന്ന് കാണാൻ കഴിയുന്നുണ്ട്. ഐ കാൺ സീ എ തിങ് സെഡ് ഗ്രാനി. എനിക്കൊന്നും കാണാൻ കഴിയുന്നില്ല എന്ന് ഗ്രാനി പറഞ്ഞു. ദാറ്റ്സ് ബിക്കോസ് ഓഫ് ദ മിസ്റ്റ്. ഇവിടെ ആകെ മഞ്ഞാണ് അല്ലേ? മിസ്റ്റാണ്, ഇങ്ങനെ മഞ്ഞ് പോലെ മൂടിയിരിക്കുകയാണ്. ദർസ് എ തിക്ക് മിസ്റ്റ് കമ്മിങ് അപ്പ് ദ വാലി. ഈ വാലിയുടെ മുകളിലായിട്ട് ഇങ്ങനെ മഞ്ഞ് മൂടി കിടക്കുകയാണ്. വാലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ താഴ്വര. ഇറ്റ് ബിഗൻ റെയിനിങ് ഹെവിലി ആസ് ദേ എൻറ്റേർഡ് ദ സ്മോൾ മാർക്കറ്റ് ടൗൺ ഓൺ ദ ബാങ്ക്സ് ഓഫ് ദ റിവർ. അപ്പോൾ അവർ ഈ പുഴയുടെ അടുത്തുള്ള ഒരു സ്മോൾ മാർക്കറ്റ് ടൗണിലെത്തി. പക്ഷെ അപ്പോഴേക്കും എന്ത് ചെയ്തു? വളരെ ശക്തമായിട്ട് മഴ പെയ്യാൻ തുടങ്ങി. ഗ്രാനീസ് അംബ്രല്ല വാസ് ലീക്കിംഗ് ബാഡ്ലി. ഗ്രാനിയുടെ കൂടെയൊക്കെ ചോർന്ന് ഒലിക്കാൻ തുടങ്ങി നന്നായിട്ട്. ബട്ട് ദേ വർ സൂൺ ഡ്രൈയിങ് ദെംസെൽഫ് ഇൻ അങ്കിൾസ് ഹൗസ്. എന്നാൽ അവർ അങ്കിളിൻ്റെ വീടിനടുത്തെത്തിയല്ലോ, അതുകൊണ്ട് തന്നെ അവർക്ക് അവരുടെ നനവൊക്കെ മാറ്റാൻ കഴിയും. ആൻഡ് ഡ്രിങ്കിങ് ഗ്ലാസസ് ഓഫ് ഹോട്ട് സ്വീറ്റ് മിൽക്കി ടീ. കൂടാതെ എന്ത് കുടിക്കും അവർ? നല്ല ചൂടുള്ള നല്ല മധുരമുള്ള പാൽ ചായയും. മണി ഗോട്ട് അപ്പ് ഏർലി ദ നെക്സ്റ്റ് മോർണിംഗ്. അടുത്ത ദിവസം വളരെ രാവിലെ തന്നെ മണി എണീറ്റു. ആൻഡ് റാൻ ഡൗൺ ദ നാരോ സ്ട്രീറ്റ് ടു ബാത്ത് ഇൻ ദ റിവർ. എന്നിട്ട് എന്ത് ചെയ്തു? ആ ഇടുങ്ങിയ, നാരോ എന്ന് പറഞ്ഞാൽ ഇടുങ്ങിയ ആ ഒരു സ്ട്രീറ്റിലൂടെ അല്ലെങ്കിൽ ആ നഗരത്തിലൂടെ താഴേക്ക് നടന്ന് അവിടെയുള്ള ഒരു പുഴയിൽ കുളിച്ചു. ആസ് മണി ഡ്രസ്ഡ് ഹി ഹേർഡ് ദ ബ്ലെയർ ഓഫ് എ ബെസ് ഹോൺ. മണി ഇങ്ങനെ ഡ്രസ്സ് ചെയ്ത് ഒരുങ്ങുകയായിരുന്നു. അപ്പോഴെന്ത് കേട്ടു? ബ്ലെയർ. ബ്ലെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഹാർഷായ ശബ്ദം, ഒരു പരുക്കനായ ശബ്ദം. എന്തിൻ്റെ പരുക്കനായ ശബ്ദമാണ് കേട്ടത്? ഒരു ബസ് ഹോണിൻ്റെ. ദർ വാസ് ഓൺലി വൺ ബസ് ടു മസൂറി. മസൂറിയിലേക്ക് ആകെ ഒരു ബസ്സേ ഉള്ളൂ. ഹി സ്കാമ്പേർഡ് അപ്പ് ദ സ്ലോപ്പ്. സ്കാമ്പേർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിരണ്ടോടുക. അയ്യോ, ഒരു ബസ്സേ ഉള്ളല്ലേ? അപ്പോഴേക്കും ആകെ അവൻ വിരണ്ടോടി. ആര്? മണി. അപ്പ് ദ സ്ലോപ്പ് വണ്ടറിങ് ഇഫ് ദേ വുഡ് മിസ് ഇറ്റ്. അത് പോയോ, ആ ബസ് മിസ്സായി പോയോ എന്ന ആ ഒരു ടെൻഷനിൽ അവൻ മേലേക്ക് വിരണ്ടോടി. ബട്ട് ഗ്രാനി വാസ് വെയിറ്റിംഗ് ഫോർ ഹിം അറ്റ് ദ ബസ് സ്റ്റോപ്പ്. എന്നാൽ ഗ്രാനി ബസ് സ്റ്റോപ്പിൽ ഓൾറെഡി എത്തിയിരുന്നു, മണിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. ഷി ഹാഡ് ഓൾറെഡി ബോട്ട് ദ ടിക്കറ്റ്സ്. ഗ്രാനി ടിക്കറ്റ്സും എടുത്തിട്ടുണ്ടായിരുന്നു. ദ ബസ് വാസ് ഓൾഡ് ആൻഡ് റിക്കറ്റി. നമ്മുടെ ബസ് എന്ന് പറയുന്നത് വളരെ പഴയ ബസ്സാണ്. റിക്കറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ശക്തിയില്ലാത്ത, നോട്ട് സ്ട്രോങ്, ശക്തിയില്ലാത്ത ഒന്നായിരുന്നു. ആൻഡ് റാറ്റിൽഡ്. റാറ്റിൽഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ശബ്ദം കേൾക്കുന്ന, പഴയ ബസ്സുകൾക്കൊക്കെ ഒരു ഇങ്ങനെ ശബ്ദം ഉണ്ടല്ലേ, ഒച്ചത്തിലുള്ള ഒരു തരം ശബ്ദം. സോ മച്ച് ദാറ്റ് ദ പാസഞ്ചേഴ്സ് കുഡ് ബെയർലി ഹിയർ ദെംസെൽഫ് സ്പീക്കിംഗ്. ഈ ബസ്സിന് തന്നെ ഭയങ്കര ഇങ്ങനത്തെ ശബ്ദമാണ്. അതുകൊണ്ട് ഈ ബസ്സിലിരിക്കുന്ന ആളുകൾക്ക് അവർ തമ്മിൽ സംസാരിച്ചാൽ പോലും കേൾക്കാൻ കഴിയില്ല. കാരണം ഈ ബസ്സിന് അങ്ങനത്തെ ഒരു ശബ്ദമാണ്. The driver drove at some speed, and whenever he went around a bend, everyone in the bus was thrown about. ഈ ഡ്രൈവർ അത്യാവശ്യം ഒരു സ്പീഡിലാണ് പോയിരുന്നത്. കൂടാതെ ഒരു വളവങ്ങാനും വന്ന എന്ത് ചെയ്യും? ആളുകളെല്ലാം ഇങ്ങനെ വളഞ്ഞ് ബസ്സിന് പുറത്തായിരിക്കും ഉണ്ടാവുക. ഇൻ സ്പൈറ്റ് ഓഫ് ഓൾ ദ നോയ്സ് ആൻഡ് കൺഫ്യൂഷൻ, ഗ്രാനി ഫെൽ അസ്ലീപ്. ഈ ബസ്സിൻ്റെ ഉള്ളിൽ ആകെ നോയ്സ് ആണല്ലേ, ഭയങ്കര ശബ്ദവും ഒച്ചപ്പാടൊക്കെയാണ്. എങ്കിലും നമ്മുടെ ഗ്രാനി ഉറങ്ങിപ്പോയി. ഹർ ഹെഡ് റെസ്റ്റിംഗ് അഗെയിൻസ്റ്റ് മണീസ് ഷോൾഡർ. മണിയുടെ ഷോൾഡറിൽ ഇങ്ങനെ തല ചാരി വെച്ച് നമ്മുടെ ഗ്രാനി ഉറങ്ങി. സഡൻലി ദ ബസ് കെയിം ടു എ ഗ്രൈൻഡിങ് ഹോൾട്ട്. ഗ്രൈൻഡിങ് ഹോൾട്ട് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നിൽക്കുക. ബസ് പെട്ടെന്ന് അങ്ങ് നിന്നു. പീപ്പിൾ വർ ത്രോൺ ഫോർവേഡ് ഇൻ ദെയർ സീറ്റ്സ്. നല്ല സ്പീഡിൽ പോകുന്നൊരു ബസ് പെട്ടെന്ന് നിന്നാൽ എന്താ സംഭവിക്കുക? നമ്മളെല്ലാവരും ഇങ്ങനെ മുന്നോട്ടായും അല്ലേ, നമ്മൾ നമ്മുടെ സീറ്റിൽ നിന്ന് ഫ്രണ്ടിലേക്ക് ഇങ്ങനെ പോകും. വാട്ട്സ് ഹാപ്പനിങ്? ഗ്രാനി ആസ്റ്റ്. എന്താണ് സംഭവിക്കുന്നത്? ഗ്രാനി ചോദിച്ചു. ഹാവ് യു അറൈവ്ഡ്? നമ്മൾ എത്തിയോ? നമ്മൾ സ്ഥലത്ത് എത്തിയോ എന്ന് ചോദിച്ചു. നോ, സംതിങ് ഈസ് ബ്ലോക്കിംഗ് ദ റോഡ് സെഡ് മണി. ഇല്ല, നമ്മൾ എത്തിയിട്ടില്ല,
എന്തോ ഒന്ന് നമ്മുടെ റോഡ് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. ഇറ്റ്സ് എ ലാൻഡ് സ്ലൈഡ് എക്സ്ക്ലെയിംഡ് സമ്മൺ. ആരോ ഞെട്ടി ഇങ്ങനെ പറഞ്ഞു. എന്താണ് പറഞ്ഞത്? ഇത് ഒരു ഉരുൾപൊട്ടലാണ്. ആൻഡ് ഓൾ ദ പാസഞ്ചേഴ്സ് പുട്ട് ദെയർ ഹെഡ്സ് ഔട്ട് ഓഫ് ദ വിൻഡോസ് ടു ടേക്ക് എ ലുക്ക്. ഇത് കേട്ടതും ഈ ബസ്സിൽ ഉണ്ടായിരുന്ന ആളുകളെല്ലാവരും പെട്ടെന്ന് തല പുറത്തിട്ട് നോക്കി. എന്താണ്, ഉരുൾപൊട്ടലെങ്ങാനും ആണോ എന്ന് ഒന്ന് നോക്കാനായിട്ട്. ഇറ്റ് വാസ് എ ബിഗ് ലാൻഡ് സ്ലൈഡ്. ശരിയാണ്, അതൊരു വലിയ ഉരുൾപൊട്ടലായിരുന്നു. എർത്ത്, ട്രീസ് ആൻഡ് ബുഷസ് ഹാഡ് ഗിവൺ വേ ആൻഡ് കം ക്രാഷിംഗ് ഡൗൺ, കംപ്ലീറ്റ്ലി ബ്ലോക്കിംഗ് ദ റോഡ്. ഈ മണ്ണും മരവും കുറ്റിച്ചെടികളും എല്ലാം പിഴുത് വന്ന് ഇങ്ങനെ ഞെരുങ്ങി ഈ റോഡാകെ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. നോർ വാസ് ഇറ്റ് ഓവർ യെറ്റ്. എന്നാൽ അത് തീർന്നിട്ടുമില്ല. ഡെബ്രിസ് വാസ് സ്റ്റിൽ ഫോളിങ്. ഡെബ്രിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ ചെറിയ പൊട്ടിപ്പോയ കല്ലുകൾ അല്ലെ, ചെറിയ കല്ലുകൾ, ചെറിയ പാറ കഷ്ണങ്ങളൊക്കെ ഇപ്പോഴും ഇങ്ങനെ വീണുകൊണ്ടിരിക്കുന്നുണ്ട്. മണി സോ റോക്സ് ഹേർലിംഗ് ഡൗൺ ദ ഹിൽ ആൻഡ് ഇൻ ടു ദ റിവർ. മണി നോക്കുമ്പോൾ എന്താണ്, കുറേ പാറകൾ അല്ലേ, റോക്സ്. ഹേർഡ്ലിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തമ്മിലിങ്ങനെ കൂട്ടിമുട്ടുക. ഈ പാറകളെല്ലാം തമ്മിൽ കൂട്ടിമുട്ടി ഈ കുന്നിൻ്റെ താഴേക്ക് വന്ന് അങ്ങനെ പുഴയിലേക്ക് വീഴുന്നത് ആര് കണ്ടു? മണി കണ്ടു. നോട്ട് എ സ്യൂട്ടബിൾ പ്ലേസ് ഫോർ എ ബസ് സ്റ്റോപ്പ് ഒബ്സർവ്ഡ് ഗ്രാനി. ഇവിടെ ബസ് ഇങ്ങനെ നിർത്തിയിടാൻ പറ്റിയ ഒരു സ്ഥലമല്ല ഇത് എന്ന് ആര് നിരീക്ഷിച്ചു? നമ്മുടെ ഗ്രാനി. ഹു കുഡിൻ സീ എ തിങ്. ഒന്നും കാണാൻ പറ്റാത്ത ഗ്രാനിയാണ് കേട്ടോ ഈ നിരീക്ഷണമൊക്കെ നടത്തുന്നത്. Even as she spoke, a shower of stones and small rocks came clattering down on the roof of the bus. ഇത് പറഞ്ഞു തീർന്നതും ചെറിയ ചെറിയ കല്ലുകളും കുഞ്ഞു കുഞ്ഞു പാറ കഷ്ണങ്ങളെല്ലാം കൂടി വന്നിട്ട് ബസ്സിന്റെ റൂഫിൽ ഈ മുകൾ ഭാഗത്തായിട്ട് വന്ന് വീണു. പാസഞ്ചേഴ്സ് ക്രൈഡ് ഔട്ട് ഇൻ അലാം. ഈ ബസ്സിലുണ്ടായിരുന്ന യാത്രക്കാരെല്ലാം പേടിച്ച് ഒച്ചയുണ്ടാക്കി. The driver began reversing as more rocks came crashing down. വീണ്ടും ഒരുപാട് പാറകൾ ഇങ്ങനെ താഴേക്ക് വന്ന് വീഴാൻ തുടങ്ങിയതോടെ ഡ്രൈവർ എന്ത് ചെയ്തു? വണ്ടി പുറകോട്ടെടുത്തു, റിവേഴ്സ് ചെയ്തു. ഐ നെവർ ഡിഡ് ട്രസ്റ്റ് മോട്ടോർ റോഡ്സ് സെഡ് ഗ്രാനി. ഞാൻ ഇങ്ങനത്തെ റോഡുകളെയൊന്നും ഒരിക്കലും വിശ്വസിക്കാറില്ല. ദ ഡ്രൈവർ കെപ്റ്റ് ബാക്കിംഗ് അണ്ടിൽ ദേ വർ ഓൾ വെൽ എവേ ഫ്രം ദ ലാൻഡ് സ്ലൈഡ്. ഈ ഒരു ഉരുൾപൊട്ടലിൻ്റെ ആ സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഫ്രീ ആകുന്നത് വരെ ഇയാൾ ബാക്കിലേക്ക് പോയി. ദെൻ എവ്രി വൺ ടംബിൾഡ് ഔട്ട് ഓഫ് ദ ബസ്. ടംബിൾഡ് ഔട്ട് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പുറത്തേക്ക് വരിക. ആളുകളെല്ലാം പെട്ടെന്ന് ബസ്സിൽ നിന്ന് പുറത്തേക്ക് വന്നു, സേഫായ ഒരു സ്ഥലത്തെത്തിയപ്പോൾ. ദേ കുഡ് ടെൽ ഇറ്റ് വുഡ് ടേക്ക് ഡേയ്സ് ടു ക്ലിയർ ദ റോഡ്. അവർക്ക് റോഡ് നോക്കിയാലേ മനസ്സിലാവും ഒരുപാട് ദിവസങ്ങൾ വേണ്ടി വരും ഇതൊക്കെ ഒന്ന് ക്ലിയർ ആവാൻ. മോസ്റ്റ് ഓഫ് ദ പാസഞ്ചേഴ്സ് ഡിസൈഡഡ് ടു റിട്ടേൺ ടു നെയിൻ വിത്ത് ദ ബസ്. ഒത്തിരി ആളുകൾ തിരിച്ച് നെയിനിലേക്ക് പോകാനായി തീരുമാനിച്ചു. ബട്ട് എ ഫ്യൂ ബോൾഡ് സ്പിരിറ്റ്സ് എഗ്രീഡ് ടു വാക്ക് ടു മസൂറി, ടേക്കിംഗ് എ ഷോർട്ട് കട്ട് അപ്പ് ദ മൗണ്ടെയിൻ വിച്ച് വുഡ് ബൈപാസ് ദി ലാൻഡ് സ്ലൈഡ്. എന്നാൽ കുറച്ച് ധൈര്യശാലികൾ അല്ലേ, ബോൾഡ് എന്ന് പറഞ്ഞാൽ കുറച്ച് ധൈര്യശാലികൾ എന്ത് തീരുമാനിച്ചു? മസൂറിയിലേക്ക് നടക്കാമെന്ന് തീരുമാനിച്ചു. ഒരു ഷോർട്ട് കട്ട് ഉണ്ട്, ഈ ഉരുൾപൊട്ടിയ ഭാഗം അല്ലാതെ വേറൊരു വഴി ഇവർക്ക് മസൂറിയിലേക്ക് നടന്നെത്താൻ കഴിയും. അപ്പോൾ കുറച്ച് ധൈര്യശാലികൾ എന്ത് ചെയ്തു? എന്നാൽ പിന്നെ മസൂറിയിലേക്ക് നടക്കാമെന്ന് തീരുമാനിച്ചു. മറ്റുള്ള ആളുകൾ എന്ത് ചെയ്തു? ഈ ബസ്സിൽ കയറി തിരിച്ച് നെയിനിലേക്ക് പോകാമെന്ന് തീരുമാനിച്ചു. മണി ലുക്ക്ഡ് അറ്റ് ഗ്രാനി. മണി എന്ത് ചെയ്തു? ഗ്രാനിയെ നോക്കി അല്ലേ, അവരുടെ തീരുമാനം എന്താണ് എന്ന രീതിയിൽ. ഷാൽ വി ഗോ ബാക്ക്? നമുക്ക് തിരിച്ചു പോയാലോ? ഇറ്റ്സ് ഓൺലി 10 miles സെഡ് ഗ്രാനി. ഇനി വെറും 10 മൈലേ ഉള്ളൂ. വി ഡിഡ് ദാറ്റ് യെസ്റ്റർഡേ. നമ്മൾ ഇന്നലെ 10 മൈൽ നടന്നതല്ലേ. സോ ദേ സ്റ്റാർട്ടഡ് ക്ലൈംബിംഗ് എ നാരോ പാത്ത് ആൻഡ് ബൈ ദ ടൈം ദേ ഗോട്ട് ടു ദ ടോപ്പ് ഓഫ് ദ മൗണ്ടെയിൻ ഗ്രാനി ആൻഡ് മണി വെയർ ഓൺ ദെയർ ഓൺ. അവരെന്ത് ചെയ്തു? അങ്ങനെ അവർ ആ ഇടുങ്ങിയ പാതയിൽ കൂടെ മുകളിലേക്ക് കയറി. അങ്ങനെ അവർ ആ മൗണ്ടെയിൻ്റെ, ആ മലയുടെ ഏറ്റവും മുകളിലെത്തിയപ്പോൾ അവർ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. ബാക്കി ആളുകളെയൊന്നും ഇപ്പോൾ കാണുന്നില്ല. ഗ്രാനിയും മണിയും മാത്രമേ മുകളിലുള്ളൂ. ദെയർ വില്ലേജ് വാസ് ഹിഡൻ ബൈ ദ റേഞ്ച് ടു ദ നോർത്ത്. അവർ മേലെ നിന്ന് നോക്കുമ്പോൾ അവരുടെ വില്ലേജ് കാണാൻ കഴിയുന്നില്ല. ലൈൻ ഓഫ് മൗണ്ടെയിൻസ്, ഇങ്ങനെ ഒത്തിരി മലകളുടെ നിരകളാണുള്ളത്. അതുകൊണ്ട് അവരുടെ വില്ലേജ് ഇങ്ങനെ മറയ്ക്കപ്പെട്ടിട്ടാണുള്ളത്. അവർക്ക് അവരുടെ വില്ലേജ് കാണാൻ കഴിയുന്നില്ല അവിടെ നിന്ന്. ഫാർ ബിലോ റഷ് ടു ദ റിവർ. അങ്ങ് ദൂരെ അവർക്ക് കാണാൻ കഴിയുന്നുണ്ട് പുഴ ഇങ്ങനെ വളരെ വേഗത്തിൽ ഒഴുകുന്നത്. ഫാർ അബവ് സർക്കിൾഡ് എ ഗോൾഡൻ ഈഗിൾ. കൂടാതെ വളരെ ഉയരത്തിൽ ഒരു സ്വർണ്ണ പരുന്ത് ഇങ്ങനെ വട്ടമിട്ട് പറക്കുന്നുമുണ്ട്. ഡിഡ് യു ബ്രിങ് എനി ഫുഡ് ഫ്രം അങ്കിൾസ് ഹൗസ് ആസ്ക്ഡ് മണി. മണി എന്ത് ചെയ്തു? ഗ്രാനിയോട് ചോദിച്ചു, അങ്കിളിൻ്റെ വീട്ടിൽ നിന്ന് എന്തെങ്കിലും ഭക്ഷണം കൊണ്ടുവന്നായിരുന്നോ? നാച്ചുറലി സെഡ് ഗ്രാനി. സ്വാഭാവികം, ഇത് പ്രതീക്ഷിച്ചതാണ് എന്ന രീതിയിൽ സ്വാഭാവികം എന്ന് ഗ്രാനി പറഞ്ഞു. ഐ ന്യൂ യു വുഡ് സൂൺ ബി ഹംഗ്രി. എനിക്കറിയായിരുന്നു നീ കുറച്ച് കഴിയുമ്പോൾ നിനക്ക് എന്തായാലും വിശക്കുമെന്ന്. ദീസ് ആർ പക്കോറാസ് ആൻഡ് ബൺസ് ആൻഡ് പീച്ചസ് ഫ്രം അങ്കിൾസ് ഗാർഡൻ. ഇതാ ഞാൻ നിനക്കായിട്ട് പക്കോറാസും ബണ്ണും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. കൂടാതെ അങ്കിളിൻ്റെ ഗാർഡനിൽ നിന്നും കുറച്ച് പീച്ച് പഴങ്ങളും പറിച്ചിട്ടുണ്ട്.
ഗുഡ് സെഡ് മണി ഫോർഗെറ്റിംഗ് ഹിസ് ടയേർഡ്നെസ്. അപ്പോഴേക്കും ഇതെല്ലാം കണ്ടപാടെ മണി തൻ്റെ ക്ഷീണമൊക്കെ മറന്നു. ആഹാ കൊള്ളാമെന്ന് പറഞ്ഞു. വിൽ ഈറ്റ് ആസ് വി ഗോ അലോങ്. നമ്മൾ പോകുന്ന വഴിക്ക് നമുക്കിത് കഴിച്ചുകൊണ്ട് പോവാം. വിൽ സ്റ്റോപ്പ് വെൻ യു ആർ ടയേർഡ് ഗ്രാനി. ഗ്രാനി മടുക്കുമ്പോൾ നമുക്ക് നിൽക്കാം. ഓ ഐ കെൻ വാക്ക് ഫോർ എവർ സെഡ് ഗ്രാനി. ഓ എനിക്ക് എന്നേക്കും നടക്കാൻ പറ്റും, എനിക്ക് ഒരു സ്റ്റോപ്പും ഇല്ലാതെ ഒരു ക്ഷീണവും ഇല്ലാതെ എത്ര വേണമെങ്കിലും നടക്കാം. സെഡ് ഗ്രാനി ലാഫിങ്. ചിരിച്ചുകൊണ്ട് ഗ്രാനി പറഞ്ഞു. ബട്ട് നോട്ട് ഇഫ് ഇറ്റ്സ് റെയിനിങ്. പക്ഷെ മഴയാണെങ്കിൽ എനിക്ക് നടക്കാൻ പറ്റില്ല. ദിസ് അംബ്രല്ല ലീക്സ് ബാഡ്ലി. കാരണം ഈ കുട നന്നായിട്ട് ലീക്ക് ആവുന്നുണ്ട്. ഡൗൺ അഗെയിൻ ദേ വെൻറ്റ്. അങ്ങനെ അവർ ആ മല ഇറങ്ങി. ആൻഡ് അപ്പ് ദ നെക്സ്റ്റ് മൗണ്ടെയിൻ. പിന്നീട് അടുത്ത മല അവർ കയറി. ആൻഡ് ഓവർ ബെയർ വിൻഡ് സ്വെപ്റ്റ് ഹിൽ സൈഡ്സ്. അവരെന്നിട്ട് കുന്നുകളിൽ കൂടെ ഇങ്ങനെ നടന്നു പോയി. ആ കുന്നിൻ്റെ പ്രത്യേകത എന്താണ്? ബെയർ ആണ് അല്ലേ, അവിടെ ഒന്നുമില്ല, മരങ്ങളൊന്നുമില്ല. വിൻഡ് സ്വെപ്റ്റ്, വളരെ സ്ട്രോങ് ആയ കാറ്റടിക്കുന്നുണ്ട് കേട്ടോ ആ കുന്നുകളിൽ. ആൻഡ് അപ്പ് ത്രൂ എ ഡാർക്ക് ഗ്ലൂമി ഡിയോഡാർ ഫോറസ്റ്റ്. പിന്നെ എന്ത് ചെയ്തു അവർ? ഒരു ഗ്ലൂമി എന്ന് പറഞ്ഞാൽ എന്താ, വളരെ സങ്കടപ്പെട്ട് നിൽക്കുന്ന ഒരു ഡിയോഡാർ കാടുകളിൽ കൂടെ അല്ലെങ്കിൽ ഫോറസ്റ്റിൽ കൂടെയാണ് പോകുന്നത്. പിന്നെ ഈ ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല തിങ്ങി നിറഞ്ഞിട്ടാണുള്ളത് അല്ലേ, വെളിച്ചമൊന്നും കിടക്കുന്നില്ല, അതുകൊണ്ട് തന്നെ ഗ്ലൂമി ആയി എന്ന് പറയും. ആൻഡ് ദെൻ ജസ്റ്റ് ആസ് ഇറ്റ് വാസ് ഗെറ്റിംഗ് ഡാർക്ക് ദേ സോ ദ ലൈറ്റ്സ് ഓഫ് മസൂരി ട്വിങ്ക്ലിംഗ് അഹെഡ് ഓഫ് ദം. അങ്ങനെ ഇരുടാകാൻ ആരംഭിച്ചു. എന്നാൽ അപ്പോൾ തന്നെ അവരെന്ത് കണ്ടു? അങ്ങ് ദൂരെ മസൂരിയുടെ വെളിച്ചം ഇങ്ങനെ തിളങ്ങുന്നത് കണ്ടു. അതിനർത്ഥം എന്താണ്? അവർ മസൂരിക്ക് അടുത്ത് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ആസ് ദേ കെയിം നിയറർ ദ ലൈറ്റ്സ് ഇൻക്രീസ്ഡ്. അപ്പോൾ മസൂരിയുടെ അടുത്തേക്ക് അടുക്കും തോറും ആ ലൈറ്റ് കുറച്ചുകൂടി കൂടിക്കൂടി വരാൻ തുടങ്ങി. അണ്ടിൽ പ്രസന്റ്ലി ദേ വർ ഇൻ എ ബ്രൈറ്റ്ലി ലിറ്റ് ബസാർ. അങ്ങനെ അവർ നിറയെ വെളിച്ചം നിറഞ്ഞ ഒരു ബസാറിൽ, തിരക്കുള്ള ഒരു സ്ഥലത്ത് എത്തിച്ചേർന്നു. മസൂരിയിൽ എത്തി. ജോസിൽഡ് ഇൻ ദ ക്രൗഡ് ഗ്രാനി കെപ്റ്റ് വൺ ഹാൻഡ് ഫേംലി ഓൺ മണീസ് ഷോൾഡർ. ജോസിൽഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഉന്തും തള്ളുമുള്ള സ്ഥലം അല്ലേ, ഭയങ്കര തിരക്കാണ്. അതുകൊണ്ട് ഗ്രാനി എന്ത് ചെയ്തു? മണിയുടെ ഷോൾഡറിൽ ഇങ്ങനെ മുറുക്കെ അമർത്തി പിടിക്കുന്നുണ്ടായിരുന്നു. സോ ദാറ്റ് ഷീ ഡിഡ് നോട്ട് ലോസ് ഹിം. മണിയെ ഇങ്ങനെ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി തോളിൽ ഇങ്ങനെ മുറുക്കി പിടിച്ചു. ദേ ആസ്ക്ഡ് അറൗണ്ട് ഫോർ ദ ചീപ്പസ്റ്റ് ഹോട്ടൽ. അവരവിടെ എല്ലാം വളരെ വിലക്കുറവിൽ അല്ലെ, ചെറിയ പൈസയ്ക്ക് ഒരു ഹോട്ടൽ അന്വേഷിച്ചു. ബട്ട് ദർ വർ നോ ചീപ്പ് ഹോട്ടൽസ്. എന്നാൽ അവിടെയൊന്നും ഇവരുടെ ആ പൈസയ്ക്ക് അല്ലേ, 50 രൂപ കയ്യിലുണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലേ, അതിന് ഇവർക്ക് ഹോട്ടലൊന്നും കിട്ടിയില്ല. സോ ദേ സ്പെൻഡ് ദ നൈറ്റ് ഇൻ എ ധർമ്മശാല അഡ്ജോയിനിങ് ദ ടെമ്പിൾ. അതുകൊണ്ട് അവരെന്ത് ചെയ്തു? അമ്പലത്തിനടുത്തുള്ള ഒരു ധർമ്മശാലയിൽ അന്ന് അവിടെ കിടന്നു. നെക്സ്റ്റ് മോർണിംഗ്, അടുത്ത രാവിലെ, അറ്റ് ദ ഐ ഹോസ്പിറ്റൽ ദേ ജോയിൻഡ് എ ലോങ് ക്യൂ ഓഫ് പേഷ്യൻസ്. അടുത്ത ദിവസം രാവിലെ കണ്ണാശുപത്രിയുടെ മുന്നിൽ ഒരു വലിയ ക്യൂ ഉണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അവരും അവിടെ പോയി നിന്നു. അവിടെ ശ്രദ്ധിക്കണം, പേഷ്യൻസ് എന്ന് കാണാം അല്ലേ. പേഷ്യൻ്റ് എന്ന് പറയുമ്പോൾ തന്നെ രണ്ടർത്ഥം ഉണ്ടല്ലേ, ഒന്ന് രോഗി, മറ്റൊന്ന് ക്ഷമ. അപ്പോൾ പേഷ്യൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ക്ഷമയുള്ള രോഗികളുടെ ക്യൂവിൽ ഇവരും പോയി നിന്നു. ദ ഐ സ്പെഷ്യലിസ്റ്റ്, എ പോർട്ട്ലി മാൻ ഇൻ എ സ്യൂട്ട്. ഈ ഐ സ്പെഷ്യലിസ്റ്റ്, പോർട്ട്ലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? നല്ല തടിച്ചൊരു മനുഷ്യനായിരുന്നേ. അയാൾ സ്യൂട്ടൊക്കെ ഇട്ടിട്ടാണുള്ളത്. സ്യൂട്ട് ആൻഡ് ടൈ ഡെൽറ്റ് വിത്ത് ദ പേഷ്യൻസ് ഇൻ എ ബ്രിസ്ക് ബട്ട് കൈൻഡ് മാനർ. വളരെ തിടുക്കത്തിൽ, ബ്രിസ്ക് എന്ന് പറഞ്ഞാൽ വളരെ തിടുക്കത്തിലാണ് ഓരോ പേഷ്യൻസിനെ നോക്കി വിടുന്നത്, എന്നാൽ ഒരു കരുണാപൂർവമാണ് നോക്കുന്നത്. ആഫ്റ്റർ ആൻ hour's വെയിറ്റ് ഗ്രാനീസ് ടേൺ കെയിം. 1 മണിക്കൂർ അവർ വെയിറ്റ് ചെയ്തു. അതിനുശേഷം നമ്മുടെ ഗ്രാനിയുടെ ചാൻസ് ആയി. ദ ഡോക്ടർ ടുക്ക് വൺ ഹോറിഫൈഡ് ലുക്ക് അറ്റ് ഗ്രാനീസ് ഗ്ലാസസ്. ഡോക്ടർ എന്ത് ചെയ്തു? വളരെ അത്ഭുതത്തോടെ ഭീകരമായൊരു നോട്ടം നോക്കി അല്ലേ, എങ്ങോട്ട്? ഈ ഗ്രാനിയുടെ കണ്ണടയിലേക്ക്. ആൻഡ് ഡ്രോപ്പ് ദം ഇൻ എ വേസ്റ്റ് ബാസ്ക്കറ്റ്. എന്നിട്ട് എന്ത് ചെയ്തു? അത് അടുത്തുള്ള ചവറ്റുകുട്ടയിലേക്ക് അങ്ങ് എറിഞ്ഞു. ദെൻ ഹി ഫിഷ്ഡ് ദം ഔട്ട്. എന്ന് പറഞ്ഞാൽ എന്താ? കണ്ടെത്തുക. ആൻഡ് പ്ലേസ് ദം ഓൺ ഹിസ് ഡെസ്ക് ആൻഡ് സെറ്റ്. എന്നിട്ട് എന്ത് ചെയ്തു? ആ വേസ്റ്റ് ബാസ്ക്കറ്റിൽ പോയി അത് പിന്നെ കണ്ടുപിടിച്ച് ഡെസ്കിൽ കൊണ്ടുവച്ചു. എന്ത്? ഈ കണ്ണട. എന്നിട്ട് എന്ത് പറഞ്ഞു? ഓൺ സെക്കൻഡ് തോട്ട് ഐ തിങ്ക് ഐ വിൽ സെൻഡ് ദം ടു മ്യൂസിയം. ആദ്യത്തെ ചിന്തയിൽ അയാൾ എന്താ ചെയ്തത്? വേസ്റ്റ് ബാസ്ക്കറ്റിലായിരുന്നു അല്ലേ. പക്ഷെ പിന്നെ എന്ത് ചെയ്തു? രണ്ടാമതൊന്നും കൂടി ചിന്തിച്ചു, ഇത് വേസ്റ്റ് ബാസ്ക്കറ്റിൽ കളയണ്ട, ഇതെവിടെ വെക്കാം? ഇത് മ്യൂസിയത്തിൽ വെക്കാം. യു ഷുഡ് ഹാവ് ചേഞ്ച് യുവർ ഗ്ലാസസ് ഇയേഴ്സ് അഗോ. വർഷങ്ങൾക്ക് മുന്നേ തന്നെ നിങ്ങൾ നിങ്ങളുടെ കണ്ണടകൾ മാറ്റണമായിരുന്നു. ദേ ഹാവ് പ്രോബബിളി ഡൺ മോർ ദാൻ ഹാം ദാൻ ഗുഡ്. നിങ്ങൾ വിചാരിക്കും അല്ലേ കണ്ണട വെച്ചാൽ നല്ലതല്ലേ എന്ന്. എന്നാൽ നന്മയേക്കാൾ ദോഷമാണ് ഈ കണ്ണട ഇപ്പോൾ നിങ്ങൾക്ക് ചെയ്തിരിക്കുന്നത്. ഹി എക്സാമിൻഡ് ഗ്രാനീസ് ഐസ് ആൻഡ് സെഡ്. അദ്ദേഹം ഗ്രാനിയുടെ കണ്ണുകളൊക്കെ നോക്കി എന്നിട്ട് പറഞ്ഞു, യുവർ ഐസ് ആർ വെരി വീക്ക്. നിങ്ങളുടെ കണ്ണുകൾ വളരെ തളർന്നിട്ടാണുള്ളത്. ബട്ട് യു ആർ നോട്ട് ഗോയിങ് ബ്ലൈൻഡ്. എന്നാൽ അന്ധയാകാനൊന്നും പോകുന്നില്ല. വിൽ ഫിറ്റ് യു അപ്പ് വിത്ത് എ സ്ട്രോങ്ങർ പെയർ ഓഫ് ഗ്ലാസസ്. കുറച്ചുകൂടി നല്ല ശക്തിയുള്ള കണ്ണടകൾ വെക്കണം.
ദെൻ ഹി പ്ലേസ്ഡ് ഹെർ ഇൻ ഫ്രണ്ട് ഓഫ് എ ബോർഡ് കവേർഡ് വിത്ത് ലെറ്റേഴ്സ് ഇൻ ഇംഗ്ലീഷ്. എന്നിട്ട് എന്ത് ചെയ്തു? ഗ്രാനിയെ ഒരു ബോർഡിൻ്റെ മുന്നിൽ കൊണ്ടേ നിർത്തി. നിറയെ ഇംഗ്ലീഷ് അക്ഷരങ്ങൾ ഉള്ള ഒരു ബോർഡിൻ്റെ മുന്നിൽ. ഇംഗ്ലീഷ് മാത്രമല്ല, ആൻഡ് ഹിന്ദിയും ഉണ്ട്. ലാർജ് ആൻഡ് സ്മോൾ, വലുതും ചെറുതുമായ അക്ഷരങ്ങൾ. ആൻഡ് ആസ്ക് ഗ്രാനി ഇഫ് ഷീ കുഡ് മേക്ക് ദം ഔട്ട്. ഇത് വായിക്കാൻ കഴിയുമോ എന്ന് ഡോക്ടർ ചോദിച്ചു. ഐ കൻ ഈവൻ സീ ദ ബോർഡ് സെഡ് ഗ്രാനി. എനിക്കതിന് ബോർഡ് പോലും കാണാൻ പറ്റുന്നില്ല. വെൽ, ക്യാൻ യു സീ മീ ആസ് ദ ഡോക്ടർ. നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റുന്നുണ്ടോ? സം ഓഫ് യു സെഡ് ഗ്രാനി. പൂർണ്ണമായും കാണാൻ കഴിയുന്നില്ല, എന്നാലും കുറച്ചൊക്കെ കാണാം. ഐ വോണ്ട് യു ടു സീ ഓൾ ഓഫ് മീ സെഡ് ദ ഡോക്ടർ. എന്നാൽ നിങ്ങൾ എന്നെ പൂർണ്ണമായും കാണണം, അതാണ് എനിക്ക് വേണ്ടത്. ആൻഡ് ഹി ബാലൻസ്ഡ് എ വയർ ഫ്രെയിം ഓൺ ഗ്രാനീസ് നോസ് ആൻഡ് ബിഗിൻ ട്രൈയിങ് ഔട്ട് ഡിഫറെൻറ്റ് ലെൻസസ്. ഒരു വയർ കൊണ്ടുണ്ടാക്കിയ ഒരു ഫ്രെയിം ഗ്രാനിയുടെ മൂക്കിൽ ഇങ്ങനെ വെച്ചു, കണ്ണടയുടെ രൂപത്തിലുള്ള ഒരു ഫ്രെയിം. എന്നിട്ട് എന്ത് ചെയ്തു? അതിലേക്ക് പല ലെൻസുകൾ ഇങ്ങനെ വെച്ച് നോക്കി. സഡൻലി ഗ്രാനി കുഡ് സീ മച്ച് ബെറ്റർ. അങ്ങനെ ഏതോ ഒരു ലെൻസ് വെച്ചപ്പോൾ ഗ്രാനിക്ക് കുറച്ചുകൂടി നന്നായി വ്യക്തമായി കാണാൻ കഴിയുന്നുണ്ട്. ഷീ സോ ദ ബോർഡ് ആൻഡ് ദ ബിഗ്ഗസ്റ്റ് ലെറ്റേഴ്സ് ഓൺ ഇറ്റ്. അങ്ങനെ ഫൈനലി ഗ്രാനി ബോർഡ് കണ്ടു, കൂടാതെ അതിലെ വലിയ അക്ഷരങ്ങളും കാണാൻ കഴിഞ്ഞു. ക്യാൻ യു സീ മീ നൗ ആസ്ക് ദ ഡോക്ടർ. ഇപ്പോൾ എന്നെ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് ഡോക്ടർ ചോദിച്ചു. മോസ്റ്റ് ഓഫ് യു സെഡ് ഗ്രാനി ആൻഡ് ദെൻ ആഡഡ് ബൈ വേ ഓഫ് ബീങ് ഹെൽപ്ഫുൾ ദർസ് ക്വൈറ്റ് എ ലോട്ട് ഓഫ് യു ടു സീ. ഗ്രാനി എന്താ ഇപ്പോൾ പറഞ്ഞത്? എനിക്ക് അത്യാവശ്യം ഇപ്പോൾ കാണാം, മീൻസ് ഇപ്പം നല്ല പെർഫെക്റ്റായ ഗ്ലാസ് ഇല്ലെങ്കിലും നിങ്ങളെ അത്യാവശ്യം കാണാം. കാരണം എന്താ, നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലേ, നമ്മുടെ ഡോക്ടർ കുറച്ച് അല്ലേ ചബ്ബിയാണ്, കുറച്ച് തടിയുള്ള ആളാണെന്ന് പറഞ്ഞല്ലേ. അപ്പോൾ ഗ്രാനി അവിടെ കോമഡി പറയുകയാണ്. താങ്ക് യു സെഡ് ദ ഡോക്ടർ ആൻഡ് നൗ ടേൺ അറൗണ്ട് ആൻഡ് ടെൽ മീ ഇഫ് യു ക്യാൻ സീ യുവർ ഗ്രാൻഡ് സൺ. തിരിഞ്ഞിട്ട് നിങ്ങളുടെ ഗ്രാൻഡ് സണ്ണിനെ കാണാൻ കഴിയുമോ എന്നൊന്ന് നോക്കിക്കേ. എന്ന് വെച്ചാൽ ആരാ? നമ്മുടെ മണിയെ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കിക്കേ എന്ന് പറഞ്ഞു. ഗ്രാനി ടേൺഡ് ആൻഡ് സോ മണി ക്ലിയർലി ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ മെനി ഇയേഴ്സ്. ഗ്രാനി വേഗം തിരിഞ്ഞു. എന്നിട്ട് അടുത്തിടെ കുറച്ച് വർഷങ്ങളായിട്ട് ആദ്യമായിട്ട് മണീനെ നന്നായിട്ട് ക്ലിയർ ആയിട്ടൊന്ന് കണ്ടു. മണി, ഷീ എക്സ്ക്ലെയിംഡ് ക്ലാപ്പിംഗ് ഹെർ ഹാൻഡ്സ് വിത്ത് ജോയ്. വളരെ സന്തോഷത്തിൽ കൈയടിച്ചുകൊണ്ട് സന്തോഷത്തിൽ ഗ്രാനി പറഞ്ഞു, മണി, ഹൗ നൈസ് യു ലുക്ക്. എന്ത് രസമാണ് നിന്നെ കാണാൻ. വാട്ട് എ ഫൈൻ ബോയ് ഐ ഹാവ് ബ്രോട്ട് അപ്പ്. എന്തൊരു നല്ല മിടുക്കനായ കുട്ടീനെയാണ് ഞാൻ വളർത്തിക്കൊണ്ട് വന്നത്. ബട്ട് യു ഡു നീഡ് എ ഹെയർ കട്ട്. പക്ഷേ നീ നിൻ്റെ മുടി മുറിക്കണം. ആൻഡ് എ വാഷ്, വൃത്തിക്കൊന്ന് കുളിക്കുകയും വേണം. ആൻഡ് ബട്ടൺസ് ഓൺ യുവർ ഷർട്ട്. കൂടാതെ നിൻ്റെ ഷർട്ടിലൊക്കെ കുറച്ച് ബട്ടൺസ് ഒക്കെ പോയിട്ടുണ്ട്, അപ്പോൾ ബട്ടൺസും പിടിപ്പിക്കണം. ആൻഡ് എ ന്യൂ പെയർ ഓഫ് ഷൂസ്. കൂടാതെ നിനക്കൊരു പുതിയ ഷൂസും വാങ്ങണം. കം അലോങ് ടു ദ ബസാർ. വാ, നമുക്ക് മാർക്കറ്റിൽ അല്ലെങ്കിൽ ബസാറിലേക്ക് പോവാം. ഫസ്റ്റ് ഹാവ് യു ന്യൂ ഗ്ലാസസ് മെയ്ഡ് സെഡ് മണി. ആദ്യം ഗ്രാനിക്ക് കണ്ണട ഉണ്ടാക്ക്, ആദ്യം കണ്ണട മേടിക്ക്. ലാഫിങ്, ചിരിച്ചുകൊണ്ട് മണി പറഞ്ഞു. ദെൻ വീൽ ഗോ ഷോപ്പിംഗ്. അതിനുശേഷം നമുക്ക് ഷോപ്പിങ്ങിന് പോകാമെന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഗ്രാനിക്ക് ഇപ്പോൾ കണ്ണടയേക്കാളും ഇമ്പോർട്ടൻ്റ് വേറെ പല കാര്യങ്ങളാണല്ലേ. ഓക്കെ. എ ഡേ ലേറ്റർ, ഒരു ദിവസം കഴിഞ്ഞ്, ദേ വിർ ഇൻ എ ബസ് അഗെയിൻ. അങ്ങനെ അവർ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു, കണ്ണാടിയൊക്കെ വാങ്ങി. ഫൈനലി അവർ വീണ്ടും ബസ്സിൽ കയറി. ഗ്രാനി ഹാഡ് എ വിൻഡോ സീറ്റ്. ഗ്രാനി വിൻഡോ സീറ്റിലാണ് ഇരിക്കുന്നത്. ആൻഡ് മണി സാറ്റ് ബിസൈഡ് ഹെർ. മണി ഗ്രാനിയുടെ അടുത്തായിട്ട് ഇരുന്നു. ഹി ഹാഡ് ന്യൂ ഷൂസ്. ഗ്രാനി പ്രോമിസ് ചെയ്തതുപോലെ തന്നെ നമ്മുടെ മണിക്ക് പുതിയ ഷൂസൊക്കെ കിട്ടി. ആൻഡ് ഗ്രാനി ഹാഡ് എ ന്യൂ അംബ്രല്ല. നമ്മൾ പറഞ്ഞല്ലേ ഭയങ്കര ലീക്ക് ചെയ്യുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞു, അതുകൊണ്ട് പുതിയൊരു കുട വാങ്ങി. ആൻഡ് ദേ ഹാഡ് ഓൾസോ ബോട്ട് എ തിക്ക് വൂളൻ ടിബറ്റൻ പുൾ ഓവർ ഫോർ മണീസ് ഫാദർ. നല്ല തിക്ക് കമ്പിളിപ്പുതപ്പും വാങ്ങിച്ചു. ആർക്ക് വേണ്ടി? മണിയുടെ അച്ഛന്. ആൻഡ് സീഡ്സ് ആൻഡ് ബൾബ്സ് ആൻഡ് കൗബെൽ. നേരത്തെ പറഞ്ഞ കാര്യങ്ങളെല്ലാം അല്ലേ, വിത്തുകളും ബൾബുകളും പശുവിനുള്ള മണിയും എല്ലാം വാങ്ങിച്ചു. ആസ് ദ ബസ് മൂവ്ഡ് ഓഫ്, ഗ്രാനി ലുക്ക്ഡ് ഈഗർലി ഔട്ട് ഓഫ് ദ വിൻഡോ. ബസ് എടുത്തപ്പോഴേക്കും ഗ്രാനി വളരെ ആകാംക്ഷയോടെ വിൻഡോയ്ക്ക് പുറത്തേക്ക് നോക്കി. ഷീ കുഡ് സീ മെനി തിങ്സ് ദാറ്റ് ഷീ ഹാഡൻ സീൻ ഫോർ എ ലോങ് ടൈം. കുറച്ച് നാളുകളായിട്ട് ഗ്രാനിക്ക് മര്യാദയ്ക്ക് കാണാൻ കഴിയാതിരുന്ന പല കാര്യങ്ങളും ഇപ്പോൾ ഗ്രാനിക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഡിസ്റ്റൻറ്റ് വില്ലേജസ്, ദൂരെയുള്ള ഗ്രാമങ്ങൾ, പീപ്പിൾ വർക്കിംഗ് ഇൻ ദ ഫീൽഡ്സ്, പാടത്ത് പണിയെടുക്കുന്ന മനുഷ്യന്മാർ, മിൽക്ക് മെൻ ഓൺ ദ റോഡിൽ നിൽക്കുന്ന പാൽക്കാർ, 2 dogs റഷിങ് അലോങ് ബിസൈഡ് ദ ബസ്. ബസ്സിനടുത്ത് കൂടി ഇങ്ങനെ സ്പീഡിൽ ഓടി നടക്കുന്ന 2 പട്ടികൾ, monkeys ഇൻ ദ ട്രീസ്, മരത്തിലുള്ള കുരങ്ങന്മാരെ, ആൻഡ് മോസ്റ്റ് വണ്ടർഫുൾ ഓഫ് ഓൾ ആ റെയിൻബോ ഇൻ ദ സ്കൈ. എന്നാൽ ഇതിനേക്കാളൊക്കെ വണ്ടർഫുള്ളായിട്ട് ആകാശത്ത് വിരിഞ്ഞു നിൽക്കുന്ന മഴവില്ലും ഗ്രാനിക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. ഷീ കുഡൻറ്റ് സീ പെർഫെക്റ്റ്ലി ഓഫ് കോഴ്സ്, ബട്ട് ഷി വാസ് വെരി പ്ലീസ്ഡ് വിത്ത് ദ ഇംപ്രൂവ്മെൻറ്റ്. അതെ, വളരെ പെർഫെക്റ്റ് ആയിട്ട് ഗ്രാനിക്ക് കാണാൻ കഴിയുന്നുണ്ടോ? ഇല്ല, എങ്കിലും മാറ്റം വന്നിട്ടുണ്ടല്ലേ. ആ മാറ്റത്തിൽ നമ്മുടെ ഗ്രാനി സന്തോഷവതിയാണ്.
മണി വാച്ച്ഡ് ഫോർ എ ടൈം ആൻഡ് ലിസൺ ടു ഹെർ എക്സൈറ്റഡ് ചാറ്റർ. മണി എന്ത് ചെയ്തു? ഇതൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. കൂടാതെ ചാറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? ഇങ്ങനെ പല പല കാര്യത്തെക്കുറിച്ച് ഇങ്ങനെ അല്ലേ, ഒരു ഡയറക്ഷനും ഇല്ലാതെ ഇങ്ങനെ സംസാരിക്കുകയാണ് അല്ലേ നമ്മുടെ ഗ്രാനി. അപ്പം ഇങ്ങനെ ഗ്രാനി കലകലാന്ന് പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെ വളരെ എക്സൈറ്റഡ് ആയിട്ട് മണി കേട്ട് നിൽക്കുകയാണ്. ദെൻ ഹിസ് ഹെഡ് ബിഗൻ ടു നോഡ്. എന്നിട്ട് എന്ത് ചെയ്തു? പയ്യെ തലയാട്ടാൻ തുടങ്ങി. ഇതിനൊക്കെ പറയുന്നതിനൊക്കെ ഇങ്ങനെ തല ആട്ടി ഇറ്റ് ഡ്രോപ്ഡ് അഗെയിൻസ്റ്റ് ഗ്രാനീസ് ഷോൾഡർ. പതിയെ എന്ത് ചെയ്തു? മണിയുടെ തല ഇങ്ങനെ ഗ്രാനിയുടെ തോളിൽ പതിച്ചു. ആൻഡ് റിമെയിൻഡ് ദെയർ. എന്നിട്ട് ആ തല അവിടെ തന്നെ ഇരുന്നു. കംഫർട്ടബിളി സപ്പോർട്ടഡ്. അവിടെ തന്നെ ഇങ്ങനെ ചാരി, വളരെ സുഖമായി ചാരി അവിടെ വെച്ചു മണിയുടെ ഹെഡ്. ദ ബസ് സ്വേർവ്ഡ് ആൻഡ് ജോൾട്ടഡ് അലോങ് ദ വിൻഡിങ് മൗണ്ടൻ റോഡ്. അപ്പോൾ ഇങ്ങനെ ഈ മലയിൽ കൂടെയുള്ള വഴികളാണല്ലേ, അപ്പോൾ ഒത്തിരി വളവും തിരിവും ഒക്കെ ഉണ്ട്. അപ്പോൾ ബസ് എങ്ങനെയാണ് പോകുന്നത്? പെട്ടെന്ന് വെട്ടിച്ച് വളരെ വയലൻ്റ് ആയിട്ടാണ് പോകുന്നത്. സ്വേർവ്ഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വഴിയല്ല, ഇങ്ങനെ വെട്ടിച്ച് പോകുന്നത്. ജോൾട്ടഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്പീഡിൽ പെട്ടെന്ന് വയലൻ്റ് ആയിട്ട് പോവുക എന്നാണ് അർത്ഥം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ ബസ് പോകുന്നത്. എങ്കിലും ബട്ട് മണി വാസ് ഫാസ്റ്റ് അസ്ലീപ്. പക്ഷെ മണി എന്ത് ചെയ്തു? പെട്ടെന്ന് തന്നെ ഉറങ്ങി. വളരെ മനോഹരമായ ഒരു സ്റ്റോറിയാണല്ലേ. വലിയ ട്വിസ്റ്റോ കാര്യങ്ങളോ സങ്കടം നിറഞ്ഞ നിമിഷങ്ങളൊന്നും തന്നെ ഇല്ല. വളരെ ഇന്നസെൻ്റായ പ്യുവറായ ഒരു സ്റ്റോറി. ഇതിലെല്ലാ വാക്കുകളുടെ അർത്ഥങ്ങളും എല്ലാ സെൻറ്റൻസും ഈ കഥയും കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി ഈ ചാപ്റ്ററിൻ്റെ എല്ലാ ആക്ടിവിറ്റീസും ക്വസ്റ്റ്യൻ ആൻസേഴ്സും നോട്ട്സും ഒക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്